അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുളിച്ച് വൃത്തിയായി നല്ല പ്രൗഢിയോടുകൂടെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഗൗരവം വരുന്ന രീതിയിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു യഹൂദിയായ മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹമാണെങ്കിലോ മുഷിച്ച് പാവപ്പെട്ടവനായി ഒരു മിസ്കീനായ ഒരു യഹൂദി. അദ്ദേഹത്തിനെ കാണുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ആ രീതിയിൽ അദ്ദേഹം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം കൗതുകത്തോടു കൂടെ ഹസൻ റളിയല്ലാഹു അൻഹുവോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അല്ല, നിങ്ങളെ ഉപ്പാപ്പയായ മുത്തുനബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ദുനിയാവെന്നുള്ളത് സിജ്നുൽ മുഅ്മിനീൻ വ ജന്നത്തുൽ കാഫിരീൻ, ദുനിയാവെന്നുള്ളത് കാഫിരീങ്ങൾക്ക് സ്വർഗമെന്നുള്ളതും മുഅ്മിനീങ്ങൾക്ക് ജയിലറയും കാഫിരീങ്ങൾക്ക് സ്വർഗവും എന്നല്ലേ ദുനിയാവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ആ ഹദീസൊന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം നമ്മളെ തമ്മിലൊന്ന് നോക്ക്, നിങ്ങളല്ലേ ഇപ്പൊ സ്വർഗത്തിലുള്ളതും ഞാനൊരു നരകത്തിലുള്ളവനെ പോലെയല്ലേ എന്ന് കൗതുകരമായ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിലേറെ കൗതുകരമായ ഒരു മറുപടി, അത്ഭുതപ്പെടുത്തുന്നൊരു മറുപടി ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കൊടുത്തു. അതായത് ആ ബാബ പറഞ്ഞത്, മുത്തുനബി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാനൊരു മുഅ്മിനാണല്ലോ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് മുഅ്മിനീങ്ങൾക്ക് റബ്ബ് നാളെ ആഖിറത്ത് നൽകുന്ന സ്വർഗമുണ്ടല്ലോ, അതിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിൽ സുഖിക്കുന്ന എത്ര വലിയ സുഖം നാം സുഖിച്ചാൽ അത് തമ്മിൽ ബന്ധിച്ചു നോക്കുമ്പോൾ ഈ ദുനിയാവിന്റെ എല്ലാ സുഖം അത് ജയിലറയായി തോന്നും. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയാണ് സ്വർഗത്തിലേക്കുള്ളത്. അതേ സമയത്ത് കാഫിരീങ്ങൾക്ക് ഈ ദുനിയാവ് സ്വർഗമാണെന്ന് പറഞ്ഞില്ലേ, അത് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം നാളെ ആഖിറത്തിൽ കാഫിരീങ്ങൾക്ക് നൽകുന്ന നരകത്തിന്റെ ശിക്ഷയുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ, നിനക്ക് ഈ നൽകിയ ഈ ചെറിയ സുഖമെങ്കിലും ഇതായിരിക്കും, അതും ഇത് തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ, ബന്ധപ്പെടുത്തി നോക്കിയാൽ, ദുനിയാവിൽ എത്ര കഷ്ടമുണ്ടെങ്കിലും നിനക്ക് ഇവിടെ സുഖിക്കുന്ന ഒരു ചെറിയ സുഖം ഇത് നിനക്ക് സ്വർഗമായി തോന്നും. കാരണം എത്രയോ ഇരട്ടി ശിക്ഷയാണ് ഇനി അനുഭവിക്കാൻ പോകാനുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചിന്തിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. എന്തായിരിക്കും ആ സ്വർഗം, എന്തായിരിക്കും ആ നരകം? അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഉഇദ്ദത്തുൽ മുത്തഖീൻ എന്ന് പറഞ്ഞ് ആ സ്വർഗം അനുഭവിക്കണം. അത് വെറുതെ കിട്ടൂല, അതിനുവേണ്ടി നാം അധ്വാനിക്കണം. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. വളരെ മാരകമായ, വളരെ ഭീതിപ്പെടുത്തുന്ന ആ നരകം അല്ലാഹു അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനെ കടക്കാൻ കാരണമാകുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.